ഡൽഹിയിലെ വായു മലിനീകരണത്തിനെതിരായ സമരത്തിൽ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികളെ 3 ദിവസം കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 മലയാളികൾ ഉൾപ്പെടെ 6 പേരെയാണ് പട്യാല കോടതി കസ്റ്റഡിയിൽ വിട്ടത്. സമരക്കാർ ഹിത്മ അനുകൂല മുദ്രാവാക്യം വിളിച്ചത് ഗൌരവതരമെന്ന് പോലീസ് ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ വാദിച്ചു. 22 വിദ്യാർത്ഥികളെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. സജു തോമസ് തുടരുന്നുണ്ട്. സജു, എന്താണ് വിഷയത്തിൽ പോലീസിന്റെ വാദം? ജിന, പ്രധാനമായിട്ടും മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസിന്റെ വാദം അത് തന്നെയായിരുന്നു. ഹിത്മ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിനെ ആക്രമിച്ചു എന്നാണ് 10 പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് പോലീസ് പ്രധാനമായിട്ടും ഇന്നിപ്പോൾ പട്യാല കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് തന്നെ 7 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ഇന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ 3 ദിവസം മാത്രമാണ് വിദ്യാർത്ഥികളെ ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും 6 വിദ്യാർത്ഥികളാണ് ഇന്നിപ്പോൾ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇന്നിപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. നാളെയാണ് ബാക്കിയുള്ള 17 വിദ്യാർത്ഥികളെ വീണ്ടും ഹാജരാക്കുക. ഇതിൽ മലയാളികൾ 3 പേരാണ് ഉള്ളത്. ഇന്ന് ഹാജരാക്കിയവരിൽ 2 മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ വിദ്യാർത്ഥികളുടെ, അതായത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിലേക്ക് നിരോധിത മാവോയിസ്റ്റ് സംഘടന അംഗങ്ങൾ ഇതിലേക്ക് എത്തുകയും അവരാണ് മാവോയിസ്റ്റ് മുദ്രാവാക്യം വിളിച്ചതെന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്നുള്ള വാദം ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും പോലീസിന്റെ വാദമാണ് അംഗീകരിച്ചുകൊണ്ടാണ് 3 ദിവസത്തെ കസ്റ്റഡി കൂടി അനുവദിച്ചിരിക്കുന്നത്. 3 ദിവസം ശേഷമായിരിക്കും കൂടുതൽ നടപടി എന്തായിരിക്കും, ഇതാണ് ഇവരുടെ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിലുള്ള തീരുമാനം ഉണ്ടാവുക. എന്തായാലും നാളെയാണ് മറ്റ് 17 വിദ്യാർത്ഥികളെ, പെൺകുട്ടികളടക്കമുള്ള 17 വിദ്യാർത്ഥികളെ വീണ്ടും ഹാജരാക്കുക. പ്രധാനമായിട്ടും പോലീസ് ഉയർത്തിക്കാട്ടുന്നത് ഹിത്മ എന്ന് പറയുന്ന മാവോയിസ്റ്റിന് വേണ്ടി ഇവർ ശബ്ദമുയർത്തി ഇന്ത്യ ഗേറ്റിൽ അനുമതി കൂടാതെയാണ് ഇവർ വലിയ സമരം നടത്തിയത്. വാഹനം തടഞ്ഞുള്ള സമരമായിരുന്നു. ഇതിനിടയിലുണ്ടായ ആക്രമണത്തിൽ പോലീസിനെ ആക്രമിച്ചെന്നും 10 പോലീസുകാർക്ക് പരിക്കേറ്റുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് മാവോയിസ്റ്റുമായി ബന്ധമുള്ളതിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് സമയം വേണമെന്നാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസത്തെ. ശരി, സജു തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും 3 ദിവസം കൂടി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്.